നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ദീപാദാസ് മുൻഷി വിരട്ടി എന്ന ചില സൂചനകൾ ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്. വി.ഡി. സതീശൻ പലപ്പോഴും നിർണായകമായ കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന പരാതിയാണ് ദീപാദാസ് മുൻഷി ഉയർത്തിയത്. അതും രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കിടയിൽ ആണ് ഇത്തരത്തിൽ ഒരു പരാമർശം ദീപാദാസ് മുൻഷിയിൽ നിന്നും ഉണ്ടായത്. വി.ഡി. സതീശൻ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. KPCC അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. PCC പ്രസിഡന്റും നിയമസഭാ കക്ഷി നേതാവും. അങ്ങനെ PCC അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയമസഭാ കക്ഷി നേതാവിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നും പങ്കെടുക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും വി.ഡി. സതീശൻ മാറി നിൽക്കുന്നു എന്ന ഒരു ആക്ഷേപമാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും സാന്നിധ്യത്തിൽ വി.ഡി. സതീശന് നേരെ ഉന്നയിച്ചത്. ദീപാദാസ് മുൻഷിയുടെ ഈ പരാതി അല്ലെങ്കിൽ ഈ ആക്ഷേപം വലിയ പ്രക്ഷുബ്ധാവസ്ഥ അവിടെ കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കി. കാരണം നിയമസഭാ കക്ഷി നേതാവിനെതിരെ AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പരുക്കാണ് ഉണ്ടാക്കുന്നത്. കാരണം നിർണായകമായ യോഗങ്ങളിൽ നിന്നും വി.ഡി. സതീശൻ വിട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് ദീപാദാസ് മുൻഷി ഉയർത്തിയത്. ദീപാദാസ് മുൻഷി കൊടുക്കുന്ന റിപ്പോർട്ടുകളെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ കാര്യപരിപാടികളുടെ തന്ത്രമെല്ലാം ഹൈക്കമാൻഡ് ആവിഷ്കരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ, പ്രചരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെ ആകണം എന്ന് ഹൈക്കമാൻഡ് നിഷ്കർഷിക്കുന്നത് ദീപാദാസ് മുൻഷി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. അവരാകട്ടെ തിരുവനന്തപുരത്ത് താമസിച്ചാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുകൾക്കെല്ലാം അവർ നേതൃത്വം നൽകുന്നത് പണ്ടത്തെ AICC കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ ഇങ്ങനെ തിരുവനന്തപുരം, ഡൽഹി പോയി വരികയാണ് ചെയ്യുന്നതെങ്കിൽ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് താമസിച്ചാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇടപെടുന്നത്. അതാണ് അവർക്ക് കൃത്യമായി ഇത്തരത്തിലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കാൻ സഹായകമായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വി.ഡി. സതീശൻ പലപ്പോഴും മീറ്റിങ്ങുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ള ഒരു സംസാരം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും പല മീറ്റിങ്ങുകൾക്കും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവ് വി.ഡി. സതീശൻ വരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചാൽ പോലും അദ്ദേഹം വരുന്നില്ല എന്നുള്ളൊരു പരാതി സണ്ണി ജോസഫ് ഉന്നയിച്ചിരുന്നു. ദീപാദാസ് മുൻഷിക്ക് മുന്നിലും ഉന്നയിച്ചു, ദേശീയ നേതൃത്വത്തിന് മുന്നിലും ഉന്നയിച്ചു. ഇത് വലിയൊരു പ്രശ്നം കേരളത്തിലുണ്ട്. കാരണം വി.ഡി. സതീശൻ പങ്കെടുക്കാതെ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹമാണ് നിയമസഭാ കക്ഷി നേതാവ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആളും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാതെ മീറ്റിംഗ് നടത്തിയാൽ പിന്നെ ആനയില്ലാതെ പൂരം നടത്തുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ പലപ്പോഴും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രചരണ സംവിധാനത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക്, കാര്യപരിപാടികളുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ വിഘാതം സൃഷ്ടിക്കുന്നു എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ ഇരിക്കുമ്പോൾ പറയുക എന്നുള്ളത് അത്ര, സതീശൻ്റെ പേര് പറഞ്ഞില്ല ദീപാദാസ് മുൻഷി, അത് വേറെ കാര്യം. അവർ പേര് പറയാതെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ചില നേതാക്കൾ ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും വരില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു. അത് വി.ഡി. സതീശനാണെന്നല്ല പറഞ്ഞെങ്കിൽ തന്നെയും എന്താണ് കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവർ ഉദ്ദേശിച്ചത് വി.ഡി. സതീശനെയാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാണ് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ദീപാദാസ് മുൻഷി ഇത്തരത്തിൽ കടുത്ത നിലപാട് വി.ഡി. സതീശന് നേരെ എടുത്തത് ഹൈക്കമാൻഡിൻ്റെ അറിവോടെ കൂടി തന്നെയാണെന്നാണ് നേതാക്കൾ പലരും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നിയമസഭാ കക്ഷി നേതാവിനെതിരെ ഭംഗ്യാന്തരേണെങ്കിലും AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുടെ സെക്രട്ടറി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം അങ്ങനെ പറയാൻ പാടുള്ളതല്ല. കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ച്, അതിൻ്റെ രീതി അനുസരിച്ചും അങ്ങനെയാണ്. അപ്പോൾ സതീശൻ്റെ ഈ പ്രവൃത്തിയിൽ അസന്തുഷ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇക്കാലത്ത് നൽകുന്നത്. ഏതായാലും സതീശനെ പരസ്യമായിട്ടൊരു ശാസിക്കുന്ന അവസ്ഥയിലേക്ക് ദീപാദാസ് മുൻഷി എത്തി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. ഏതായാലും സതീശനെ ഒന്ന് വിരട്ടാൻ ഡൽഹിയിലെ ഈ വിളിച്ചുകൂട്ടലൊന്ന് ഉപകരിച്ചു എന്ന വിശ്വാസമാണ് ദീപാദാസ് മുൻഷിക്കുള്ളത്. സതീശൻ പല നിർണായക യോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല, അദ്ദേഹം നിസ്സഹകരിക്കുന്നു എന്ന KPCC അധ്യക്ഷൻ്റെ പരാതിയുണ്ട് എന്നുള്ള കാര്യവും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ദീപാദാസ് മുൻഷി ആ അവസരം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്.